വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറ്റുകയാണ്. വീട്ടുകാർ മാത്രം പങ്കെടുക്കുന്ന ചടങ്ങാണ്. ക്ലിഫ് ഹൗസിന്റെ അറ്റകുറ്റപ്പണി കുറച്ചുകൂടി തീരാനുണ്ട്. വി.ഡി. സതീശൻ ഇറങ്ങിയതിന് പിന്നാലെ കന്റോൺമെന്റ് ഹൗസിൽ അറ്റകുറ്റപ്പണി തുടങ്ങും. അതിനുശേഷമായിരിക്കും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലേക്കൊക്കെ താമസം മാറ്റുക. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, സർക്കാർ ഒരു മാസം പിന്നിട്ട ഒരു സാഹചര്യമാണ്. ഈ സമയത്താണ് മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലെ ഏറെ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പൂർത്തിയായതിനു ശേഷമാണോ ഈ ചടങ്ങ് പൂർത്തിയായോ? എന്തൊക്കെയാണ്? അമ്പിളി, അങ്ങനെ ഏതാണ്ട് ഒരു 38 ദിവസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി ആ പദവിയിലേക്ക് എത്തിയ ശേഷം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തുന്നത്. ഇന്നിപ്പോൾ രാവിലെ 6:48 അദ്ദേഹം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായിട്ടുള്ള ക്ലിഫ് ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം വളരെ ചെറിയ ഒരു ചടങ്ങ് മാത്രം, കുടുംബാംഗങ്ങൾ മാത്രമുള്ള ഒരു ചടങ്ങാണ്. ഉദ്യോഗസ്ഥരെ പോലും വിളിക്കാതെ വളരെ സ്വകാര്യമായി നടത്തിയിരിക്കുന്ന ഒരു ചടങ്ങാണ്. ഒപ്പം തന്നെ ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷമായി ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം മാറുന്നു. തുടർന്ന് വി.ഡി. സതീശൻ വരുന്നു. അതിന്റെ ഒരു അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി. ഒപ്പം തന്നെ സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് വന്നതിന് ശേഷം നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ, സത്യപ്രതിജ്ഞ ഉൾപ്പെടെ കഴിഞ്ഞു. അതിനുശേഷം മന്ത്രിസഭാ രൂപീകരണം കഴിഞ്ഞു. ഒപ്പം ബജറ്റ് അവതരണം ഉൾപ്പെടെ കഴിഞ്ഞു. അതിന്റെ ചർച്ചകൾ കഴിഞ്ഞു. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തുന്നത് എന്നതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും ഒരു ചെറിയ ചടങ്ങ് അത് മാത്രമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ഇന്ന് ആ വാഹനത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം മുഹമ്മദ് ഷിയാസ്, അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസനായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നതാണ് MLA, അദ്ദേഹം ഒപ്പം ഉണ്ടായിരുന്നു. ഒപ്പം ഇതിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ പ്രതിപക്ഷ നേതാവ് തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് മാറുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു. ക്ലിഫ് ഹൗസിലേക്ക് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മാറാത്തത് എന്നുള്ള ചോദ്യങ്ങൾ പലകുറി ചോദിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെയൊക്കെ അവസാനത്തിലേക്ക് എത്തുമ്പോഴാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഔദ്യോഗിക വസതിയായിട്ടുള്ള ക്ലിഫ് ഹൗസിലേക്ക് എത്തുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് മാറിയതിനെ തുടർന്ന് ഇനിയിപ്പോൾ അവിടെ ചില അറ്റകുറ്റപ്പണികളൊക്കെ നടത്തേണ്ടി വരും. അതിനുശേഷമായിരിക്കും പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായിട്ടുള്ള കന്റോൺമെന്റ് ഹൗസിലേക്ക് മാറുക. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ അദ്ദേഹത്തിന്റെ സ്ഥാനം ഏറ്റെടുത്ത് 38 ദിവസം കഴിയുമ്പോഴാണ് അദ്ദേഹം ഔദ്യോഗിക വസതിയിലേക്ക് എത്തുന്നത്. അമ്പിളി, ശരി. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ്. വീട്ടുകാർ മാത്രം പങ്കെടുത്ത ഒരു ചടങ്ങായിരുന്നു. ക്ലിഫ് ഹൗസിന്റെ അറ്റകുറ്റപ്പണികൾ തീരാനുള്ളത് കൊണ്ടാണ് ഒരു മാസം പിന്നിട്ട ശേഷമാണ് മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലേക്ക് മാറുന്നത്. വി.ഡി. സതീശൻ ഇറങ്ങിയതിന് പിന്നാലെ കന്റോൺമെന്റ് ഹൗസിലും അറ്റകുറ്റപ്പണി തുടങ്ങും. പൊതുമരാമത്ത് വകുപ്പാണ് ക്ലിഫ് ഹൗസിലും കന്റോൺമെന്റ് ഹൗസിലൊക്കെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നത്. അതിനുശേഷമായിരിക്കും പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ കന്റോൺമെന്റ് ഹൗസിലേക്ക്, ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിലേക്ക് താമസം മാറ്റുക. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എബി ജോൺ തോമസ്.